ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ PVC പൈപ്പ് നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ കാണും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ വീഡിയോ കണ്ട പോലത്തെ ഒരു വാൾ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സീറോ കോസ്റ്റാണ്. ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇതിൽ ചിലവാക്കേണ്ട ആവശ്യം വരില്ല. നല്ല ഭംഗിയുള്ള ഒരു വാൾ ലാമ്പ് നിങ്ങളുടെ വീട്ടിൻ്റെ ഡെക്കറേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാവുന്ന വാൾ ലാമ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. അപ്പോൾ അത് കുറച്ച് പൊടിയെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ നമുക്ക് അതിൽ മാർക്ക് ചെയ്തതിന് ശേഷം 30 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. 30 സെൻറ്റിമീറ്റർ നീളം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഹാക്സോ ബ്ലേഡ് വെച്ച്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൈപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് നല്ല ഫിനിഷിങ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ PVC പൈപ്പിൻ്റെ നേർ പകുതി നമ്മൾ മാർക്ക് ചെയ്യുക ഒരു സ്കെയിൽ വെച്ച്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് നീളത്തിൽ ഒരു വര ഇട്ട് കൊടുക്കുക സ്കെയിൽ വെച്ച്. ഒരു സൈഡിലിട്ടു, അങ്ങനെ 2 സൈഡിലും ഇട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിരിക്കണം വര. ഓക്കെ, നമ്മൾ ഇനി എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു പീസാണ്. അതായത് ഇത് ഒരു 1/2 ഇഞ്ചിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ആ പൈപ്പിൽ നിന്ന് കട്ട് ചെയ്ത്, അതായത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേ പൈപ്പിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ചാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പൈപ്പിൽ എടുക്കുക. അതിനുശേഷം ഒരു 8 സെൻറ്റിമീറ്റർ വിടുക. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. നമ്മളവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളെടുത്ത് ആ റിങ് അതിൻ്റെ തൊട്ട് താഴെ വെച്ച് നമുക്ക് വരയിട്ട് വിടുക. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ നിങ്ങൾ വരയിടുക. നമുക്ക് കട്ട് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് വരയിട്ട് വിടുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് വരയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഒരു പീസ് നമ്മൾ കട്ട് ചെയ്താൽ അടുത്ത പീസ് അവിടെ വെച്ചേക്കുക. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ആദ്യത്തെ പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യരുത്. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ നമുക്ക് ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊന്നും പാടാണ്, കുറച്ച് സമയം എടുക്കും. ഞാൻ തന്നെ ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് കാണിച്ചാൽ. എനിക്ക് കട്ടിങ് ടൂളൊന്നുമില്ല, ഞാൻ ഹാക്സോ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് എൻഡൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി എന്ന് പറയുന്നത് മെഴുകുതിരിയിൽ ഒരു കത്തി ചൂടാക്കി നമുക്ക് ആ PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഫയൽ വെച്ച് അതിൻ്റെ ഫിനിഷിങ് ഇതിൻ്റെ പിശിലൊക്കെ എടുത്ത് കളയാം. സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്യാത്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ പഴയ ഒരു കുടയാണ്. കുടയുടെ ആ തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ പൈപ്പിൻ്റെ പുറത്തൊട്ടിച്ച് കൊടുക്കുക. പെയിൻ്റ് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ നമ്മളിത് സീറോ കോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ഒരു കുടയുടെ ഇതെടുത്തത്. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ച് നല്ല കെയർ ആയിട്ട് ശ്രദ്ധിച്ചൊട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ചുളുക്കുകൾ വീഴാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിച്ച് ഒട്ടിക്കുകയാണ് ഗ്ലൂ ഗണ്ണ് വെച്ച്. നമുക്ക് ഫുൾ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഫുൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കത്തെ അവിടെ നമുക്ക് ഇൻസുലേഷൻ ടേപ്പാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ കൊണ്ട് എടുക്കാം. ഞാൻ ഇപ്പം നീലയാണ് എടുത്തിരിക്കുന്നത്. ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് മൊത്തം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളൊരു ഫയൽ എടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ പേപ്പറൊക്കെ വെക്കുന്ന ഒരു ഫയൽ, ഒരു വെള്ള ഫയൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് ഈ പൈപ്പിനകത്തേക്ക് ഇറക്കി വെക്കണം. അതായത് നമുക്ക് ഡയറക്റ്റ് ലൈറ്റ് ഡിഫ്യൂസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഒരു ഷീറ്റ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഫയലകത്ത് വെച്ച് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പീസ് പ്ലാസ്റ്റിക് റൗണ്ടിന്, പൈപ്പിൻ്റെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബൾബ് ഹോൾഡറുമായിട്ട് അതിൻ്റെ വയർ അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുക. ഇറക്കിയതിന് ശേഷം ആ ബൾബ് നമുക്ക് അതിനകത്തേക്ക് ഇടാം. അതിനുശേഷം ആ മുകളിലുള്ള ആ മൂടി നമുക്ക് അടച്ചു കൊടുക്കാം. ഗ്ലൂ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. നമ്മളപ്പോൾ ഗ്ലൂ കൊണ്ട് വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം രാത്രി ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്തത്. നമുക്ക് രാത്രി കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാണ് നമ്മുടെ ഇതുപോലത്തെ ഒരു PVC പൈപ്പിൽ നിന്ന് ഇതുപോലത്തെ ഒരു വാൾ ലാമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ വീട്ടിലും കാണുന്ന പോലത്തുള്ള PVC പൈപ്പ് എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.